അപ്പോൾ നാം ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥമായ ക്രിസ്തു ഭക്തർക്ക്, പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവർക്ക്, ക്രിസ്തുവിനെ അനുസരിക്കുന്നവർക്ക് ഇവൻ മറിയത്തേക്കാൾ കൂടുതൽ ഭാഗ്യം ലഭിക്കാം എന്നുള്ളതാണ് ദൈവവചന സത്യം. അതുകൊണ്ട് വിശുദ്ധന്മാരോടോ മറിയത്തോടോ ഒന്നും മധ്യസ്ഥത അപേക്ഷിച്ച് ക്രിസ്തുവിലേക്ക് സമീപിക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന ചില ചിന്തകൾ കൂടി നമുക്ക് ചിന്തിക്കാം. ദൈവവചനം കേൾക്കുകയും അനുസരിക്കുകയും അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്. മറിയം യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവളായത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് കൊണ്ട് മാത്രമാണ്. മറിയത്തിന് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ മേൽ യാതൊരു അധികാരമോ സ്വാധീനമോ ഇല്ല. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും യേശുവിനാണ് ഉള്ളത് എന്ന് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയം ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അത് അനുസരിക്കുകയും അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്ന മറ്റൊരാളേക്കാൾ വലിയവളോ അനുഗ്രഹീതയോ പുകഴ്ചയ്ക്ക് യോഗ്യയോ അല്ല എന്ന് യേശു തന്നെ ബൈബിളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ മറിയം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയല്ല. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർക്കെല്ലാം തൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ഒക്കെ ആകുവാനുള്ള ഭാഗ്യവും അവസരവും യേശു ക്രിസ്തു നൽകിയിരിക്കുന്നു. അതിനാൽ മറിയത്തിന് ലഭിച്ച ഭാഗ്യവും അനുഗ്രഹങ്ങളും യേശുവിൽ വിശ്വസിച്ചാൽ താങ്കൾക്കും നൽകുവാൻ തക്കവിധം സ്നേഹസമ്പന്നനും ഔദാര്യവാനുമാണ് ദൈവം എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് മറിയത്തേക്കാൾ, ബൈബിളിലെ മറിയത്തേക്കാൾ ഭാഗ്യം ഉള്ളവനായി തീരാം. ദൈവത്തിൻ്റെ സാധ്യതകൾ നിങ്ങൾ ഉപയോഗിച്ചാൽ നിന്നെ വഹിച്ച ഗർഭപാത്രവും നിന്നെ പാലൂട്ടിയ മുലകളും അനുഗ്രഹീതങ്ങളാണ് എന്ന ആൾക്കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ പറഞ്ഞതിന് മറുപടിയായി യേശു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ദൈവവചനം കേട്ട് അനുസരിക്കുന്നവരാണ് കൂടുതൽ അനുഗ്രഹീതരെന്ന്. അപ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എൻ്റെ സൃഷ്ടാവ് ആരാണ്? യേശുക്രിസ്തു അല്ലേ? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വചനത്തിൽ നാം വായിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയും ആകുന്നു. സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി എന്ന് കൊലോസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തുവാണ് നമ്മുടെ സൃഷ്ടാവ്. നമ്മുടെ പാപത്തിന് പരിഹാരാർത്ഥം മനുഷ്യനായി അവതരിച്ച ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളുടെ പേരാണ് യേശു ക്രിസ്തു. എൻ്റെ പാപത്തിന് പരിഹാരാർത്ഥമായി യേശു രക്തം ചിന്തി ക്രൂശിൽ മരിച്ചു. അത് യേശു മാത്രമാണ് ചെയ്തത്. അപ്പോൾ അത്രയേറെ സ്നേഹിച്ചവൻ വേറെ ആരുമില്ല. ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യരോട് ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടമാക്കിയത് യേശുവോ മറിയമോ വിശുദ്ധരോ ആരാണ്? അത് യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തു എത്രയോ അത്ഭുതങ്ങളാണ് മനുഷ്യർക്ക് വേണ്ടി ചെയ്തത്. മറിയം ഭൂമിയിലായിരുന്നപ്പോൾ ഒരു അത്ഭുതമെങ്കിലും ചെയ്തോ? നമ്മൾ ചിന്തിക്കണം. യേശുവിനെ നമ്മൾ മറിയത്തിന് കീഴിലാക്കാൻ പാടില്ല. യേശു ദൈവമല്ലേ? ആ ദൈവത്തോട്, ഏറ്റവും സ്നേഹമുള്ളവനോട്, ഏറ്റവും സാമീപ്യമുള്ളവനോട്, ഏറ്റവും കരുണയുള്ളവനോട് അവനെ സമീപിക്കുവാൻ മറ്റു മധ്യസ്ഥരെ നാം എന്ത് തേടണം? അതൊക്കെ വാസ്തവത്തിൽ നമുക്ക് പറ്റിയ ഒരു മൂല്യച്യുതിയാണ്, ദൈവശാസ്ത്രപരമായ തകർച്ചയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു പാപി മറിയത്തിൻ്റെ അടുക്കൽ രക്ഷ പ്രാപിക്കാൻ വന്നതായി ബൈബിളിൽ നാം കാണുന്നുണ്ടോ? മറിയത്തിൻ്റെ അടുക്കൽ രക്ഷ പ്രാപിക്കാൻ ഒരു പാപിയും വന്നിട്ടില്ല. യേശുവിൻ്റെ അടുക്കലേക്കാണ് അവർ വന്നത്. യേശുവാണ് പാപം ക്ഷമിച്ചത്. ഏതെങ്കിലും പാപികൾ യേശുവിൻ്റെ അടുക്കൽ പാപമോചനത്തിനും രക്ഷയ്ക്കുമായി വന്നിട്ടുള്ളതായി ബൈബിളിൽ പറയുന്നില്ല. അപ്പോൾ പാപികൾ യേശുവിൻ്റെ അടുക്കലാണ് പാപമോചനത്തിനും രക്ഷയ്ക്കുമായി കടന്നു വന്നിട്ടുള്ളത്. മറിയത്തിൻ്റെ അടുക്കൽ ആരെങ്കിലും രോഗസൗഖ്യത്തിനായി വന്നതായോ മറിയം ആരെയെങ്കിലും സൗഖ്യമാക്കിയതായോ ബൈബിൾ പറയുന്നില്ല.
ആരെങ്കിലും യേശുവിൻ്റെ അടുക്കൽ രോഗസൗഖ്യത്തിനായി വന്നതായി ബൈബിളിൽ പറയുന്നുണ്ടോ? അനേകർ യേശുവിൻ്റെ അടുക്കൽ രോഗസൗഖ്യത്തിനായി വന്നു. മറിയത്തിൻ്റെ അടുക്കൽ ആരും വന്നിട്ടില്ല. അങ്ങനെ സഹായത്തിനായി യേശുവിനെ സമീപിച്ചവരെ യേശു ശകാരിച്ചതായോ ഉപേക്ഷിച്ചതായോ ബൈബിളിൽ യാതൊരു തെളിവുമില്ല. അങ്ങനെ വന്നവരെയെല്ലാം യേശു സഹായിച്ചിട്ടുണ്ട്, അവരെ സൗഖ്യമാക്കിയിട്ടുണ്ട്, അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. യേശുവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ മധ്യേ യേശു തിരിഞ്ഞു നിന്ന് അവരെ സൗഖ്യമാക്കിയ അവസരങ്ങൾ നാം കാണുന്നുണ്ട്. യേശു എന്നെങ്കിലും ആരോടെങ്കിലും മറിയത്തിൻ്റെ അടുത്തേക്ക് പോകുക, അവൾ നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. യേശു എന്നെങ്കിലും ആരോടെങ്കിലും നിങ്ങൾ പോയി മറിയത്തിൻ്റെ ഒത്താശയുമായി മാത്രം, റെക്കമെൻഡേഷനുമായി മധ്യസ്ഥവുമായി മാത്രം എൻ്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരം മധ്യസ്ഥതകളുടെ കഥകളെല്ലാം വെറും കെട്ടുകഥകളാണ്, ഊഹാപോഹങ്ങളാണ്, ദൈവവചന സത്യത്തെ തകർത്ത് കളയുന്ന പാരമ്പര്യ നിർമ്മിതികളാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. യേശു പാപികളോട് എൻ്റെ അടുക്കൽ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിക്കാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളുടെ പാപങ്ങൾ പാപം ക്ഷമിച്ചിട്ടുണ്ട് യേശു ഉണ്ടോ? അപ്പം പാപം ക്ഷമിക്കുവാനും മനുഷ്യരെ ആശ്വസിപ്പിക്കുവാനും എല്ലാം കഴിവുണ്ട് എന്നും യോഗ്യനാണ് എന്നും തെളിയിച്ച വ്യക്തി യേശു മാത്രമാണ് ബൈബിളിൽ. അപ്പം പാപികളെ രക്ഷിക്കാൻ കഴിവുള്ളത് മറിയത്തിനല്ല, യേശുവിനാണ് എന്ന് നാം മനസ്സിലാക്കണം. യേശുവിന് പാപികളോടുള്ള തൻ്റെ സ്നേഹവും കരുണയും അവരെ രക്ഷിക്കുവാനുള്ള തൻ്റെ കഴിവും ഇന്നും കുറഞ്ഞു പോയിട്ടില്ല, ഒട്ടും കുറഞ്ഞിട്ടില്ല. അത് നാം മനസ്സിലാക്കണം. അപ്പോൾ യേശു ഇന്നിപ്പോൾ പാപികളെ രക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ പിന്മാറ്റത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങൾക്ക് നാം അടിമപ്പെട്ടു പോകുവാൻ പാടില്ല. യേശു തൻ്റെ ശക്തിയും അധികാരവും ഒന്നും മറിയത്തിന് ഒരിക്കലും കൈമാറ്റം ചെയ്തിട്ടില്ല. ബൈബിളിലെ യേശുവിൻ്റെ അമ്മയായ മറിയം താൻ ഏതെങ്കിലും കാലങ്ങളിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ബൈബിളിൽ വാഗ്ദാനം ചെയ്തിട്ടുമില്ല. മറിയത്തിനോ വിശുദ്ധർക്കോ ഇങ്ങനെ കാലാകാലങ്ങളിൽ പ്രത്യക്ഷപ്പെടാനോ മധ്യസ്ഥം വഹിക്കാനോ വാഗ്ദാനങ്ങൾ നൽകാനോ ഉള്ള അധികാരമോ ശക്തിയോ യേശു ക്രിസ്തു അവർക്ക് കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രത്യക്ഷതകളൊന്നും ദൈവത്തിൽ നിന്നല്ല എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിനും ജനങ്ങൾക്കും മധ്യേ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ കഴിവുള്ള ഏക വ്യക്തി എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത് യേശുവിനെക്കുറിച്ച് മാത്രമാണ് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ താനോ മറ്റാരുമോ പറയുന്നതല്ല, മറിച്ച് യേശു പറയുന്നത് മാത്രമാണ് അനുസരിക്കേണ്ടതെന്നാണ് മറിയം പോലും അംഗീകരിച്ചിട്ടുള്ളത്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാനായിലെ കല്യാണത്തിൽ കാണുന്നത്. താൻ പറയുന്നതല്ല, യേശു പറയുന്നത് പോലെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ നേരിട്ട് സമീപിക്കാനും ദൈവത്തോട് നേരിട്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും വഴികളുമെല്ലാം യേശു തൻ്റെ കുരിശു മരണത്തിലൂടെ നമുക്ക് നേടിത്തന്നു. അത് മനസ്സിലാക്കണം. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് യേശുവിനെ നമുക്ക് നേരിട്ട് സമീപിച്ചുകൂടാ? അപ്പോൾ ശത്രുവായ സാത്താൻ നമ്മുടെ കണ്ണിനെ കുരുടാക്കി വച്ചിരിക്കുന്നു, വെളിച്ചം തരാതെ ഇരിക്കുന്നു. അപ്പോൾ യേശുവിലേക്ക് നേരിട്ട് സമീപിക്കുവാനുള്ള ആ ഒരു വെളിച്ചം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് പ്രകാശിക്കട്ടെ. അതുകൊണ്ട് മറിയാരാധനയുടെ ഉത്ഭവവും അനേക ലക്ഷം ആരാധകരുണ്ടായിരുന്ന ഇസീസ്, ഡയാന മുതലായ ദേവതകളോടുള്ള ആരാധനയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നാം പരിശോധിക്കണം. മറിയത്തിൻ്റെയും വിശുദ്ധരുടെയും തിരുസ്വരൂപ വണക്കവും വിജാതീയരിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് കടന്നു വന്നവരുടെ ദേവീ ദേവന്മാരോടുള്ള ആരാധനാ പാരമ്പര്യവും തമ്മിൽ ബന്ധം കാണുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ആദിമ സഭാ പാരമ്പര്യവും ബൈബിളും സഭാപിതാക്കന്മാരുടെയും സഭാ പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളുമെല്ലാം മറിയം അമലോത്ഭവയല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നില്ലേ? റോമൻ കത്തോലിക്ക മതം യേശുവിൻ്റെ സഭയാണോ അതോ മറിയത്തിൻ്റെ സഭയാണോ? അവിടെ കൂടുതൽ ഉയർത്തപ്പെടുന്നത് പ്രായോഗിക ജീവിതത്തിൽ യേശുവാണോ മറിയമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മറിയത്തിന് യേശുവിനേക്കാൾ മുൻതൂക്കം കൊടുക്കുന്നത് തെറ്റോ ശരിയോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഇന്നത്തെ റോമൻ കത്തോലിക്ക മറിയം എന്ന കൃത്രിമ മറിയം
യേശു ക്രിസ്തുവിനെതിരെയുള്ള പിശാചിൻ്റെ തുറുപ്പ് ചീട്ടാണ് എന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ബൈബിൾ തുറന്നു വായിക്കുക, അതിൻ്റെ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ക്രിസ്തുവിലേക്ക് മറ്റാരേക്കാളും അധികമായി കടന്നു വരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏറ്റവും ഫലപ്രദമാകുന്ന നുണ അത് 99% ശരിയാണെന്ന് തോന്നുന്നതായിരിക്കും. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ അവസാന കാലത്ത് എതിർ ക്രിസ്തുവിൻ്റെ ശക്തികൾ ലോകത്തിൽ മേധാവിത്വം സ്ഥാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനായി ലോകത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്നതിന് ഒരു സ്ത്രീ രൂപത്തിന് വളരെ ചെയ്യുവാൻ കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? വെളിപ്പാടിൽ മൃഗത്തിന്മേൽ ഇരിക്കുന്നതായി യോഹന്നാൻ കാണുന്നതും ഒരു സ്ത്രീയെ തന്നെയല്ലേ? മറിയത്തിൻ്റെ ഇന്നത്തെ പ്രത്യക്ഷതകൾ അല്ലെങ്കിൽ ചരിത്രത്തിലുണ്ടായിട്ടുള്ള പ്രത്യക്ഷതകൾ പിശാചിൻ്റേതല്ലെന്നും ഇത്തരം അത്ഭുതങ്ങളും ദർശനങ്ങളും പ്രത്യക്ഷതകളും പിശാചിന് സാധ്യമല്ലെന്നും വചനാടിസ്ഥാനത്തിൽ തെളിയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? കത്തോലിക്കർ, ഓർത്തഡോക്സ്, യാക്കോബായർ മാത്രമേ കൊന്ത ഉപയോഗിക്കുന്നുള്ളൂ. കൊന്തയ്ക്ക് സമാനമായ ആത്മീയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന മറ്റു മതക്കാർ ആരൊക്കെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയതയ്ക്ക് ഇത്തരം ഉപകരണങ്ങളുടെയും യന്ത്രങ്ങളുടെയും ആവശ്യമുണ്ടോ? യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തിൻ്റെ സ്വഭാവം പഠിച്ചാൽ ഇന്നത്തെ കള്ളമറിയങ്ങളെ തിരിച്ചറിയുവാൻ താങ്കൾക്ക് കഴിയുകയില്ലേ? ക്രിസ്ത്യാനികളായ ആളുകൾ മറിയത്തിൻ്റെയോ വിശുദ്ധരുടെയോ പ്രത്യക്ഷതകളെയാണോ അതോ യേശുവിൻ്റെ വരവിനെയാണോ കാത്തിരിക്കേണ്ടത്? ദൈവവചനം എന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഈ വിഷയങ്ങളെയൊക്കെ ആധാരമാക്കി നിങ്ങളൊന്ന് ചിന്തിച്ച് ദൈവവചനമൊന്ന് വായിച്ച് ക്രിസ്തുവിനോട് ഒരു പടി കൂടി അടുത്തു വരുവാൻ നിങ്ങളൊന്ന് ശ്രമിച്ച് അവൻ നിന്നോട് അടുത്തു വരും.